എസെൻഷ്യൽ ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൈനറിൽ വരുന്ന 4ാമത്തെ ചാപ്റ്ററാണ് സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ്. സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മാർക്കറ്റിങ്ങിൽ വന്നൊരു ഭാഗമാണ് സസ്റ്റൈനബിൾ എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റിനെയും പീപ്പിൾസിനെയും അതേപോലെ സൊസൈറ്റിനെയും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അത് മാർക്കറ്റ് ചെയ്യണതിനെയാണ് സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഫോക്കസ് ഓൺ പ്രൊമോട്ടിംഗ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഇൻ എ വേ ദാറ്റ് പീപ്പിൾ, പ്ലാനറ്റ് ആൻഡ് ദി ഇക്കോണമി. അത് ഇവരുടെ ഇത്തരത്തിലുള്ളവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യണതിനെയാണ് സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ മെയിൻ പില്ലേഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ പില്ലർ, എൻവയോൺമെൻറ്റൽ പില്ലർ, അതേപോലെ ഇക്കണോമിക് പില്ലർ എന്ന് പറയുന്നത്. ഇതിൽ സോഷ്യൽ പില്ലർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദി പീപ്പിൾ ആൻഡ് കമ്മ്യൂണിറ്റീസ്. ഒരു സൊസൈറ്റിയിലുള്ള പീപ്പിൾസിനെയും കമ്മ്യൂണിറ്റീസിനെയും കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു തരത്തിലുള്ള മാർക്കറ്റിംഗ് പില്ലറാണ് സോഷ്യൽ പില്ലർ എന്ന് പറയുന്നത്. സോഷ്യൽ പില്ലർ എൻഷുർ ദാറ്റ് ബിസിനസ് ഇംപ്രൂവ് ലീവ്സ് ആൻഡ് കോൺട്രിബ്യൂട്ട് പോസിറ്റീവ് ടു സൊസൈറ്റി. അപ്പോൾ ഇതിൽ ബിസിനസ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പീപ്പിൾസിനെ ആയാലും സൊസൈറ്റിക്കായാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് കൊടുക്കേണ്ടത്. അതായത് മാർക്കറ്റിങ്ങിലൂടെ പീപ്പിൾസിനും സൊസൈറ്റിക്കും പോസിറ്റീവ് ബെനിഫിറ്റ് കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കമ്പനീസ് ഷുഡ് എൻഷുർ ദാറ്റ് എംപ്ലോയീസ് ആർ ട്രീറ്റഡ് വെൽ, പെയ്ഡ് ഫെയർലി ആൻഡ് വർക്ക് ഇൻ എ സേഫ് കണ്ടീഷൻ. സെക്കൻഡ് വൺ, എൻവയോൺമെൻറ്റൽ പില്ലർ. ഇറ്റ് ഈസ് ഫോക്കസ് ഓൺ പ്രൊട്ടക്റ്റിംഗ് ദ പ്ലാനറ്റ്. ഇതിൽ സൊസൈറ്റിക്ക് മാത്രമല്ല എൻവയോൺമെൻറ്റിനും അല്ലെങ്കിൽ പ്ലാനറ്റിനും എന്തും കൂടെ ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് ആയിരിക്കണം ചെയ്യേണ്ടത്. ഇറ്റ് എൻകറേജ് ബിസിനസ് ടു കെയർഫുൾ ഓഫ് ദെയർ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്. എൻവയോൺമെൻറ്റിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വേണം ഇതിലൂടെ ഉണ്ടാവേണ്ടത്. ദിസ് പില്ലർ സ്ട്രെസ്സസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കെയറിങ് ഫോർ അവർ പ്ലാനറ്റ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. ഇന്ന് നമ്മൾ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രമാണ് ഫ്യൂച്ചർ ജനറേഷന് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കേണ്ടാവുള്ളൂ. അപ്പോൾ ഫ്യൂച്ചർ ജനറേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പില്ലറും കൂടിയാണ് നമ്മുടെ എൻവയോൺമെൻറ്റൽ പില്ലർ എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഇക്കണോമിക് പില്ലർ. ഇക്കണോമിക് പില്ലർ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ എല്ലാ ഭാഗങ്ങളെയും വെൽബീയിങ്ങിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇക്കണോമിക് പില്ലർ എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ കമ്പനീസ് ഷുഡ് എയിം ടു മേക്ക് പ്രോഫിറ്റ് വിത്തൗട്ട് ഹാമിങ് പീപ്പിൾ ഓർ ദി എൻവയോൺമെൻറ്റ്. അപ്പോൾ കമ്പനീസിന് പ്രോഫിറ്റാണ് വേണം നമുക്കറിയാം, പക്ഷേ അതെങ്ങനെയുള്ളത് ആയിരിക്കണം, പീപ്പിൾസിനായാലും എൻവയോൺമെൻറ്റിനായാലും ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് കൊടുത്തിട്ട് ഉണ്ടാവുന്ന പ്രോഫിറ്റാണ് വേണ്ടത്. അല്ലാതെ അത് ഒരു പീപ്പിളിനോ എൻവയോൺമെൻറ്റിനോ ഹാംഫുൾ ആവാത്ത രീതിയിലുള്ള ഇൻകം വേണം, ആവുന്ന രീതിയിൽ പാടില്ല എന്നാണ് പറയുന്നത്. ഇനി മാർക്കറ്റിംഗ് വിത്ത് സസ്റ്റൈനബിലിറ്റി കൺസേൺ, അതായത് സസ്റ്റൈനബിലിറ്റി കൺസേണിനോടുകൂടിയുള്ള ഒരു മാർക്കറ്റിംഗ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സൊസൈറ്റിക്കും അതേപോലെ ഒരു ഈ എൻവയോൺമെൻറ്റിനും അതൊരു കമ്പനിക്കും പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കുന്ന രീതിയിലുള്ള മാർക്കറ്റിങ്ങിനെയാണ് നമ്മൾ എന്താണ് സസ്റ്റൈനബിലിറ്റി കൺസേൺ ഉള്ള മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊമോട്ടിംഗ് പ്രൊഡക്റ്റ്, സർവീസ് ഓർ ബ്രാൻഡ് ഇൻ എ വേ ദാറ്റ് പ്രയോറിറ്റൈസ് എൻവയോൺമെൻറ്റൽ, സോഷ്യൽ ആൻഡ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. ഇത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസൊക്കെ എൻഷുർ ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റിങ്ങിനാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റി കൺസേണിനുള്ള മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദേ ക്രിയേറ്റ് പ്രൊഡക്റ്റ്, ദേ ആർ എൻവയോൺമെൻറ്റലി ഫ്രണ്ട്ലി. അതുകൊണ്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എങ്ങനെയുള്ളതായിരിക്കണം, എൻവയോൺമെൻറ്റലി അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആയിരിക്കണം. ഇതിൻ്റെ മെയിൻ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് വിത്ത് സസ്റ്റൈനബിലിറ്റി കൺസേൺ എന്തൊക്കെയാണ്, മീറ്റിംഗ് കസ്റ്റമർ ഡിമാൻഡ്, പോസിറ്റീവ് ബ്രാൻഡ് ഇമേജ്, റെഡ്യൂസിങ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്, അതേപോലെ റിസ്ക് മാനേജ്മെൻറ്റ് മിനിമൈസ് ചെയ്യിപ്പിക്കാം, ലോങ് ടേം പ്രോഫിറ്റബിലിറ്റിക്ക് എത്തിക്കുക, അതേപോലെ ഇന്നോവേഷൻസ് ഒക്കെ ഫോസ്റ്റർ ചെയ്യുക, പ്രോഫിറ്റ് ബൂസ്റ്റ് ചെയ്യുക, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ മാർക്കറ്റിംഗ് വിത്ത് സസ്റ്റൈനബിൾ കൺസേണിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഭാഗമാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് മാനേജ്മെൻറ്റ്. ഇതിൽ പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോസസ് ദാറ്റ് ഹെൽപ്പ് ബിസിനസ് ആൻഡ് ഓർഗനൈസേഷൻ അണ്ടർസ്റ്റാൻഡ് റിഡ്യൂസ് ദെയർ ഇഫക്റ്റ് ഓൺ ദി എൻവയോൺമെൻറ്റ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാർ കുറേ കാലത്തിൻ്റെ ബാക്കിൽ ടെക്നോളജിൻ്റെ ബാക്കിലൊക്കെ ഓടുന്നതിലൂടെ എൻവയോൺമെൻറ്റിന് കുറേ നെഗറ്റീവ് അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ബിസിനസ്സും ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യണം, അതും കൂടെ ഒരു കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എൻവയോൺമെൻറ്റിൽ ഉണ്ടാവുന്ന ഹാംഫുൾനെസ്സിനെയും അതേപോലെ തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റ് റെഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് വേണം പ്രൊഡ്യൂസ് ചെയ്യാനും, അത് വേണം നല്ല രീതിയിൽ വേണം മാർക്കറ്റ് ചെയ്യണം. അതിനെയാണ് ഈ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് മാനേജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി ടു റെഡ്യൂസ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്. അപ്പോൾ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, റെഡ്യൂസ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്. ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് അസസ് ചെയ്യണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അസസ്മെൻറ്റ്, സെക്കൻഡ് വൺ അതിൻ്റെ പ്ലാനിങ് പ്രിപ്പയർ ചെയ്യുക, മൂന്നാമത് ആ പ്ലാനിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നാലാമത് അത് മോണിറ്റർ ചെയ്യുക, അത് കഴിഞ്ഞ ശേഷം അതെന്താണ് ഇവാലുവേറ്റ് ചെയ്ത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നെഗറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്യിപ്പിക്കണം, നാച്ചുറൽ റിസോഴ്സ് കൺസർവ് ചെയ്യുക, അതേപോലെ സസ്റ്റൈനബിലിറ്റി പ്രാക്ടീസ് പ്രൊമോട്ട് ചെയ്യുക, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതേപോലെ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുക, എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് എന്തൊക്കെയാണെന്ന് മോണിറ്റർ ചെയ്യണതും ഓവറോൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. അതിനെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ട് മാറുന്നത്. ഇനിയുള്ള ഒരു ഭാഗമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ കൺസ്യൂമർ
എണ്ണം കൂടുന്നതും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കുറേ വേസ്റ്റുകൾ ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ പറയുന്നത്. ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദ കളക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡിസ്പോസൽ, റീസൈക്കിൾ ആൻഡ് മോണിറ്ററിങ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്. അതായത് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ ആയാലും അത് ട്രാൻസ്പോർട്ട് ചെയ്യണത് എങ്ങനെയാണ്, എങ്ങനെ ഡിസ്പോസ് ചെയ്യാം, അത് റീസൈക്കിൾ ചെയ്യണതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ മൊത്തത്തിലുള്ളൊരു കളക്ഷനാണ് നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ ഗോൾ ഈസ് ടു മാനേജ്. ഇതിൻ്റെ ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് മെയിൻ ആയിട്ടുള്ള ഗോൾ എന്താണെന്ന് പറഞ്ഞാൽ ടു മാനേജ് വേസ്റ്റ് ഇൻ വേ ദറ്റ് മിനിമൈസ് ഇറ്റ്സ് എൻവറോൺമെൻറ്റൽ ഇമ്പാക്ട്. നമുക്കറിയാം ഇവിടെയും വീണ്ടും വരുന്നത് എൻവറോൺമെൻറ്റിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് വേസ്റ്റ് മാനേജ്മെൻറ്റിലൂടെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രൊട്ടക്ട് പബ്ലിക് ഹെൽത്ത് ആൻഡ് മാക്സിമൈസ് റിസോഴ്സ് റിക്കവറി. നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് റിക്കവറി ചെയ്യിപ്പിക്കുക, അതേപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക, എൻവയറമെൻറ്റിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇഫക്റ്റീവ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ഇൻ റെഡ്യൂസ് പൊല്യൂഷൻ. നമുക്കറിയാം നല്ല രീതിയിലുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ പൊല്യൂഷൻ നമുക്കവിടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, നാച്ചുറൽ റിസോഴ്സസ് നല്ല രീതിയിൽ കൺസർവ് ചെയ്യാൻ പറ്റും, അതേപോലെ സസ്റ്റൈനബിലിറ്റി നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് എസെൻഷ്യൽ ടു പ്രൊട്ടക്ട് ദി എൻവറോൺമെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എസെൻഷ്യൽ ആയിട്ടൊരു ഭാഗമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇങ്ങനെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് എൻവറോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാം, പബ്ലിക് ഹെൽത്ത് നമുക്ക് എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും, നാച്ചുറൽ റിസോഴ്സസ് കൺസർവ് ചെയ്യാൻ പറ്റും, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻസ് കുറയ്ക്കാം, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും എനർജി എഫിഷ്യൻസി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് വേസ്റ്റ് പ്രിവെൻഷൻസ് നടക്കാം, റെഡ്യൂസ് വേസ്റ്റേജസ് നമുക്ക് റെഡ്യൂസ് ചെയ്യണം, റീയൂസ് ചെയ്യുന്ന രീതിയിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരിക, അത് നല്ല രീതിയിൽ കോമ്പോസിറ്റ് ചെയ്ത് വളമായിട്ട് മാറ്റുക, ഇൻസറേഷൻ കൊണ്ടുവരിക, ലാൻഡ് ഫില്ലിംഗ് ചെയ്യിപ്പിക്കുക, അതിനെ ഒരു എനർജി ആയിട്ട് നമുക്ക് എന്താണ് മാറ്റുക. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സ്ട്രാറ്റജീസ്. ഇനിയാണ് നാച്ചുറൽ റിസോഴ്സസ്. നമ്മൾ സ്കൂൾ മുതൽ പഠിച്ചു വന്ന ഭാഗങ്ങളാണ്. നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൗണ്ട് ഓൺ ദി എർത്ത് ആൻഡ് യൂസ്ഡ് ഫോർ സെവറൽ ഹ്യൂമൻ നീഡ്സിന് പല ഹ്യൂമൻ നീഡ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറലി ഉണ്ടാവുന്ന അല്ലെങ്കിൽ എർത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഭാഗമാണ് എന്ത്? നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. എക്സിറ്റ് നേച്ചർ വിത്തൗട്ട് എനി ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഓർ എഫേർട്ട്. മനുഷ്യനാൽ നിർമ്മിക്കപ്പെടാത്ത ഒരു നമുക്ക് എന്താ പറയുക റിസോഴ്സസിനെ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയാം അല്ലേ. നമുക്കറിയുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് എയർ, സൺലൈറ്റ്, സോയിൽ, വാട്ടർ, പ്ലാന്റ്, അനിമൽസ് ഒക്കെ എന്താണ്? നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഇനി നാച്ചുറൽ റിസോഴ്സസിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. റിന്യൂവൽ റിസോഴ്സസ് എന്നും നോൺ റിന്യൂവൽ റിസോഴ്സസ്. റിന്യൂവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പുനഃപ്രവർത്തനം ചെയ്യാനായിട്ട് പറ്റാത്തതും അത് ചെയ്യുന്നതും. അതിൽ റിന്യൂവൽ എന്ന് പറഞ്ഞാൽ സണ്ണ്, പ്ലാന്റ്, അനിമൽസ്, വാട്ടർ. നോൺ റിന്യൂവൽ എന്ന് പറഞ്ഞാൽ മിനറൽസ്, സോയിൽ, കോള്, നാച്ചുറൽ ഗ്യാസസ്. ഇനി റിസോഴ്സ് ഡിപ്ലഷൻ. റിസോഴ്സ് റിപ്ലഷൻ റിഫേഴ്സ് ഡിക്രീസിങ് എമൗണ്ട് ഓഫ് റിസോഴ്സ് ലെഫ്റ്റ് ഓൺ ദി എർത്ത്. അതുപോലെ ഇറ്റ് ഈസ് ഒക്കേഴ്സ് വെൻ റിസോഴ്സസ് ആർ ടേക്കൺ ഫ്രം ദ എൻവറോൺമെൻറ്റ് ഫാസ്റ്റർ ദാൻ ദേ ആർ ഡിപ്ലീഷഡ്. അതായത് റിസോഴ്സ് ഡിപ്ലഷൻ നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് നാച്ചുറൽ റിസോഴ്സസൊക്കെ നമ്മൾ എന്താണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണല്ലേ. നമ്മൾ തന്നെ അത് ഓവർ യൂട്ടിലൈസ് ചെയ്ത് അത് ഇല്ലാത്ത രീതിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് റിസോഴ്സ് ഡിപ്ലഷൻ എന്ന് പറയുന്നത്. ദിസ് എഫക്ട് ഹൗസ് ഹോൾഡ്, ബിസിനസ് ആൻഡ് ഓവറോൾ ഇക്കോണമി. ഇങ്ങനെ നാച്ചുറൽ റിസോഴ്സസ് ഇല്ലാതാകുമ്പോൾ അവിടെ അതിനൊക്കെ എഫക്ട് ചെയ്യുന്നത് ഹൗസ് ഹോൾഡ്സിനെ ആയാലും ബിസിനസ്സിനെ ആയാലും ഒരു ഓവറോൾ ഇക്കോണമീനെ തന്നെ അത് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസോഴ്സ് ഡിപ്ലഷൻ ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് ലിവിങ്. നമ്മുടെ ജീവിത നിലവാരത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ചിലവ് എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്തൊക്കെയാണ്? ഇങ്ങനെ റിസോഴ്സസ് ഡിപ്ലീറ്റ് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള റീസൺസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഓവർ പോപ്പുലേഷനാണ്, ഇൻഡസ്ട്രിയലൈസേഷൻ, ഫാമിംഗ് പ്രാക്ടീസസ്, അർബനൈസേഷൻ, അതുപോലെ കൺസ്യൂമറിസം, ക്ലൈമറ്റ് ചേഞ്ചസ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, അതുപോലെ ഗ്ലോബൽ ട്രേഡ്, പൂർ മാനേജ്മെൻറ്റ് ഒക്കെ കൊണ്ടാണ് നമ്മൾ റിസോഴ്സസൊക്കെ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വാട്ട് റിസോഴ്സ് ഡിപ്ലീറ്റ് തരത്തിലുള്ള റിസോഴ്സസ് ആണ് ഡിപ്ലീറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിൽ വാട്ടർ, അതുപോലെ നമുക്കറിയാം വാട്ടർ, കോൾ, ഓയിൽ, നാച്ചുറൽ ഗ്യാസസ്, ഫിഷ്, അങ്ങനെയുള്ള ഇങ്ങനെയുള്ളതൊക്കെയാണ് പോലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ എന്തൊക്കെ എഫക്റ്റാണ് നമുക്ക് ഉണ്ടാവുകയെന്ന് വെച്ചാൽ എൻവറോൺമെൻറ്റൽ ഡാമേജ്, അതുപോലെ ബയോഡൈവേഴ്സിറ്റി ഇല്ലാതാവുന്നു, ഇക്കണോമിക്കൽ കോൺസിക്വൻസ് ഉണ്ടാവുന്നുണ്ട്, സോഷ്യൽ കോൺഫ്ലിക്റ്റ്, അതേപോലെ ഫ്യൂച്ചർ ജനറേഷന് തന്നെ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ്, കുറേ ഹെൽത്ത് റിസ്ക് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് എന്താണ്? യൂസ് റിസോഴ്സ് വൈസ്ലി. ആവശ്യമുള്ള രീതിയിലുള്ള റിസോഴ്സസ് മാത്രം യൂസ് ചെയ്യുക. അതുപോലെ റീസൈക്കിൾ ചെയ്യുന്ന പരിപാടി നമുക്ക് പ്രൊമോട്ട് ചെയ്യുക. റിന്യൂവബിൾ എനർജി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങാം. വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. അതുപോലെ അവയർനെസ്സും എഡ്യൂക്കേഷൻസൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുക ആൾക്കാർക്ക്. അതുപോലെ കമ്മ്യൂണിറ്റിയിലെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൊണ്ടുവരണം. അതുപോലെ കൺസർവേഷൻ പോളിസീസ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ റിസോഴ്സ് ഡിപ്ലീഷൻ പരമാവധി നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അടുത്തൊരു ഭാഗമാണ് എനർജി കൺസംഷൻ എന്ന് പറയുന്നത്. എനർജി പറഞ്ഞാൽ നമുക്കറിയാം ദ എമൗണ്ട്
of energy required for a given process and it's measured in kilowatt hours. It includes the use of electricity, gas. നമുക്ക് പല പ്രവർത്തനങ്ങൾക്ക് നമുക്ക് എന്ത് വേണം, എനർജി ആവശ്യമാണ്. അതിൻ്റെ കൺസംഷൻ ഇന്നത്തെ കാലത്ത് എന്താണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. പോപ്പുലേഷനെക്കാളും എനർജി കൺസംഷൻ ഫാസ്റ്ററാണ്. അപ്പോൾ എനർജി കൺസംഷൻ ഗ്രോയിങ് ഫാസ്റ്റാണ്. മാത്രമല്ല ഫാസ്റ്റർ ദാൻ ദി പോപ്പുലേഷനെക്കാളും എനർജി കൺസംഷൻ കൂടുതൽ കൊണ്ടിരിക്കുകയാണ്. ഒരു കണക്ക് പറയുകയാണെങ്കിൽ 1.2% പോപ്പുലേഷൻ ആണെങ്കിൽ 2% ആണ് നമ്മുടെ എനർജി എന്താണ് കൺസ്യൂം ചെയ്യണത്. അത് അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നീടുള്ള ജനറേഷൻസിന് അത് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ഉപയോഗം പോലും അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇങ്ങനെ എനർജി നമ്മൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ്, സോഷ്യൽ ഡിപ്ലീഷൻ, എനർജി ഇനീക്വാലിറ്റി, ഇക്കണോമിക് കോസ്റ്റ്, അതുപോലെ നോൺ റിന്യൂവബിൾ റിസോഴ്സസിൻ്റെ ഡിപ്പെൻഡൻസ്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രോബ്ലംസ്. എങ്ങനെയാണ് നമുക്ക് ഇത് സോൾവ് ചെയ്യാമെന്ന് വെച്ചാൽ, ഇങ്ങനെ എന്തൊക്കെ മെഷേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ എനർജി കൺസംഷൻ റെഡ്യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ, ഒന്ന് ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ TV, ഫ്രിഡ്ജ്, അതേപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗമില്ലാത്ത സമയങ്ങളിൽ ഓഫ് ചെയ്തിടുക. അതേപോലെ തന്നെ ചൂസ് അപ്ലയൻസ് വിത്ത് എനർജി സ്റ്റാർ ലേബിൾസ്, സ്റ്റാർ അനുസരിച്ചിട്ടുള്ള കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യാത്തുള്ള രീതിയിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതേപോലെ ടേക്ക് ഷവർ, ഷോർട്ടർ ഷവർ, നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഷവർ എടുത്താൽ മതി, കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ട. അതേപോലെ ലോണ്ടറിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം കോൾഡ് വാട്ടർ ആക്കുക. നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് കുറേ മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ ക്ലോത്തും പോലുള്ള കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യണത്. അത്തരത്തിലുള്ള ആവശ്യങ്ങൾ പരമാവധി കുറയ്ക്കാനായിട്ട് നോക്കാം. അതുപോലെ യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആസ് ഫാർ ദി പോസിബിൾ. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ തന്നെ നമുക്ക് കഴിയുമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട്. അതുപോലെ നമുക്ക് മൊബൈൽ ഫോൺ ചാർജ്, അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ ചാർജൊക്കെ അൺപ്ലഗ് ചെയ്യാം ആവശ്യമില്ലാത്ത സമയങ്ങളിൽ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഭാഗമാണ് ഗ്രീൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ മാർക്കറ്റിംഗ്, ഇക്കോളജിക്കൽ മാർക്കറ്റിംഗ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഗ്രീൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് നെയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യണതിനെയാണ് ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ മാർക്കറ്റിംഗ് റെഫർ ടു മാർക്കറ്റിംഗ് ഓഫ് എ ഗ്രീൻ ഓർ ഇക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ്. ഇറ്റ് ഡിഫൈൻസ് എ ഡെവലപ്പിംഗ് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആൻഡ് ദെയർ പാക്കേജസ് ടു കൺട്രോൾ ദി നെഗറ്റീവ് ഇഫക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ്. അപ്പോൾ പറഞ്ഞ പോലെ എൻവയോൺമെൻറ്റൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അതിനെ അത്തരത്തിലുള്ള പാക്കേജ്, അതേപോലെ അത്തരത്തിൽ പ്രൊഡക്റ്റ് ഒരു മാർക്കറ്റിങ്ങിനെയാണ് ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിന് യൂസ് ചെയ്യേണ്ട മെയിനായിട്ടുള്ള സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ആദ്യം ജനങ്ങളിലേക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ എഡ്യൂക്കേറ്റ് പീപ്പിൾ എബൌട്ട് ദ ബെനിഫിറ്റ് ഓഫ് ദ എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ്. അതേപോലെ യൂസ് ക്ലിയർ ആൻഡ് ഡയറക്റ്റ് ലാംഗ്വേജ്. എല്ലാ കൺസ്യൂമേഴ്സിനും എല്ലാ ഭാഷ അറിയണമെന്നില്ല അല്ലേ. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജസും പറഞ്ഞ് അവനെ ഫലിപ്പിക്കുക. എന്താണ് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ്, എന്തൊക്കെയാണ് ഇപ്പോൾ നെഗറ്റീവ് എൻവയോൺമെൻറ്റ് ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ളതൊക്കെ അറിയിച്ചു കൊടുക്കാം. അതേപോലെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, അത് ആക്സസ് ചെയ്യുന്ന രൂപത്തിലാക്കുക. അതുപോലെ നല്ല രീതിയിലുള്ള ക്യാച്ച് ഹാഷ്ടാഗൊക്കെ കൊടുത്ത് കസ്റ്റമറിന് മുമ്പിൽ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ്. ഇനി ഒരു ഡിഫറൻസാണ് ഗ്രീൻ മാർക്കറ്റിംഗ് സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് ഡിഫറൻസ്. ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് ഓഫ് ദി കമ്പനി പ്രൊഡക്റ്റ് ഓർ സർവീസസ് ആണെങ്കിൽ, സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇമ്പാക്റ്റിനാണ്. ഗ്രീൻ മാർക്കറ്റിന് ബ്രോഡർ സ്കോപ്പ് ആണെങ്കിൽ സസ്റ്റൈനബിൾ മാർക്കറ്റിംഗിന് ലിമിറ്റഡ് സ്കോപ്പാണ്. ഗ്രീൻ മാർക്കറ്റിംഗ് മെയിനായിട്ട് അട്രാക്ട് ചെയ്യണത് എൻവയോൺമെൻ്റലി കോൺഷ്യസ് കൺസ്യൂമേഴ്സ് ആൻഡ് ഹൈലൈറ്റ് ആൻഡ് എക്കോ ഫ്രണ്ട്ലി ആസ്പെക്ട് ഓഫ് ദി പ്രൊഡക്റ്റ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എൻവയോൺമെൻറ്റിന് ആയതുകൊണ്ട് തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത് ഒരു ലോങ് ടേം സസ്റ്റൈനബിലിറ്റിക്കും പ്രോഫിറ്റബിലിറ്റിക്കും അതുപോലെ സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റിയിലേക്കാണ്. ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇക്കോളജിക്കൽ ബെനിഫിറ്റ് ഓഫ് ദി കമ്പനി ആണെങ്കിൽ, സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഓവറോൾ ഇമ്പാക്ട് ഓഫ് ദി സൊസൈറ്റി ആൻഡ് ദി എൻവയോൺമെൻറ്റ്. അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് എന്താണ്, അതിൻ്റെ പില്ലേഴ്സും അതിൻ്റെ സസ്റ്റൈനബിലിറ്റി കൺസേൺ എന്തൊക്കെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസും, എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് പഠിച്ചു വയ്ക്കുക. അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ് സ്ട്രാറ്റജീസ്, നാച്ചുറൽ റിസോഴ്സിൻ്റെ ഡിപ്ലീഷൻ എന്താണെന്നുള്ളത്, അതേപോലെ എനർജി കൺസംഷൻ, പിന്നെ ഗ്രീൻ മാർക്കറ്റിംഗ്.